നമ്മളിപ്പോൾ മുല്ലശ്ശേരിക്ക് അടുത്ത് ഇടിയഞ്ചിറ പാടൂര് ഒരു ചായക്കടയ്ക്ക് മുന്നിലാണ്. ഈ ചായക്കട വെറും ഒരു ചായക്കടയല്ല കേട്ടോ, 105-ലേറെ വർഷം പഴക്കമുള്ള ഒരു ചായക്കടയാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടെ എരുമപ്പാലിലാണ് ചായ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ എരുമപ്പാലെന്ന് പറഞ്ഞില്ലേ, ഇവിടെ വളർത്തുന്ന എരുമകളിൽ നിന്ന് തന്നെയാണ് ഈ പാലെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ചായക്കടയാണിത്. അപ്പോൾ ഇത്രയും വർഷത്തെ പഴക്കം നമ്മൾ പറഞ്ഞു, അത് കാണുമ്പോഴാണെങ്കിലും ആ ഒരു ലുക്കിലൊക്കെ അവരത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓല മേഞ്ഞിട്ടാണ് ഈ ഒരു കട. ഇനി അതിനകത്ത് ചെന്നായാലും നമുക്ക് ശരിക്കും ആ ഒരു പഴമയിലെത്തിയ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ചായക്കട ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ ഈ ഒരു നാട്ടുകാരാണെങ്കിലും അതല്ല പുറമേ നിന്ന് ഈ ഒരു ഫീല് കിട്ടാനായിട്ട് ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഒരു ഫീലും കൂടെ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ചാനൽസും യൂട്യൂബേഴ്സും ഒക്കെ ഈ ഒരു കടയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ഒരു കട നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്, ഇത്രയും ഓർഗാനിക് ആയിട്ടാണ് ഇവിടുത്തെ ആ ഒരു പാലിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, എരുമപ്പാല് ഇവിടെ തന്നെ വളർത്തുന്ന എരുമകളിൽ നിന്നാണ് കിട്ടുന്നത്. ഇത്രയും ഓർഗാനിക് ആയിട്ട് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. നമ്മളിപ്പോൾ ഒരു ഹൈഫൈ കടയിൽ പോയാലും ഇനി ഒരു തട്ടുകടയിൽ പോയാലും അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ വരുന്ന പാക്കറ്റ് പാലായിരിക്കും അല്ലേ. പക്ഷെ ഇതുപോലെ നമ്മൾ വളർത്തുന്ന ആ ഒരു പശുവോ എരുമയോ അതിൽ നിന്ന് തന്നെ പാലെടുത്തിട്ട് അവിടെ തന്നെ കൊടുക്കുന്ന ഒരു രീതി വളരെ വളരെ വിരളായിരിക്കും തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ മൊത്തം എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു വളരെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു കടയാണ് ഇത്. ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്, ഇത്രയും വർഷമായിട്ട് ഇതിങ്ങനെ നിലനിർത്തി പോകുന്നത്. എന്താണ് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന്റെ റീസൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇത്രയും ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന മറ്റൊരു കട ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആളുകൾ ഇത് അന്വേഷിച്ച് ഇവിടേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഫീല് അത് ഈ പറഞ്ഞതുപോലെ വളരെ കുറവല്ലേ. നമ്മൾ അങ്ങനെ അധികം ഒന്നും നമുക്ക് ഈ ഒരു പഴമ അതിൻ്റെ ആ ഒരു തനതായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്ന കടകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഫീല് കിട്ടാനായാലും ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് കിട്ടാനായാലും ഈ പറഞ്ഞതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ആ ഒരു ചായ കുടിച്ചിട്ട് വരാം. മാധവേട്ടന്റെ മകൻ സുനിലേട്ടനാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ചായക്കടയിൽ? ഒരുപാട് പേര് വരുന്നുണ്ടോ അന്വേഷിച്ചൊക്കെ? ഒരുപാട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. നല്ല വിശേഷം പറയണത് ഈ എരുമപ്പാല് കൊണ്ട് ഉള്ള ചായ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അത് അന്വേഷിച്ച് അത് കിട്ടാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു ഫീലൊന്നും ഇപ്പൊ ഇക്കാലത്ത് നമ്മള് അധികം അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ അതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. രാവിലെയാണ് കുറച്ച് കൂടുതൽ ജനങ്ങളുണ്ടാവുക. ഈ ഉച്ച തിരിഞ്ഞിട്ട് കുറച്ച് പേരുണ്ടാവുള്ളൂ. നമ്മള് ഈ ഒരു കടയിലേക്ക് വേണ്ട പാല് ഇവിടെ തന്നെ വളർത്തുന്ന എരുമകളിൽ നിന്നാണ് പാല് കിട്ടുന്നത് അല്ലേ. അപ്പൊ എത്ര എരുമകളുണ്ട് നമുക്കിപ്പോ? ചേട്ടൻ തന്നെയാണോ കടയുടെ കാര്യം അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്? ചേട്ടൻ തന്നെയാണോ? ഇപ്പൊ നമ്മള് ഈ എരുമപ്പാല് കൊണ്ടുള്ള ചായ അല്ലാതെ വേറെ പശുപാല് ചായ വേറെ ഉണ്ടോ? അത് എരുമപ്പാല് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അതുപോലെ ഈ അടുപ്പൊക്കെ നമ്മളത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും നമ്മള് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. പഴമയില് എങ്ങനെയാ തുടങ്ങിയത് അതുപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ചും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, പണി നടക്കട്ടെ. 105 വർഷമായിട്ടുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. ഈ 105 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സാധാരണ ഒരു കടയെടുത്ത് നോക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ വരേണ്ടതാണ്. പക്ഷെ നമ്മളത് മാറാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അച്ഛനായിട്ട് തുടങ്ങിയതാണ്, അച്ചാച്ചനായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അച്ഛൻ നോക്കി വന്നിരുന്നു. ഇപ്പൊ ആ ചേട്ടനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ ഇതാ ഈവനിങ് ടൈം ആണെങ്കിലും രാവിലെയാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ ഉണ്ടാവുക. ആളുകളുടെ തിരക്ക് കൂടുതൽ രാവിലെയാണ്. എന്നാലും ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും ചായ കുടിച്ചെങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇവിടെ നാട്ടുകാർ തന്നെയാണോ? ഈ അടുത്തുള്ള ആളുകളൊക്കെ തന്നെയാണോ? ഞാൻ നാട്ടുകാർ കൂടി മാത്രമല്ല, ഞാൻ ഇവിടെ ഫാമിലി റിലേഷനും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 5:30 ഇവിടെ ഓപ്പൺ ചെയ്യും. പിന്നെ വന്നിട്ട് ഒരു 10 o'clock ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടെ വരുമ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് നമുക്ക് ഇവിടെ വരുമ്പോഴുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പോസിറ്റീവ് നമുക്ക് എനർജി ഇവിടെ ഫീൽ ചെയ്യും. അതിലൂടെ എൻ്റെ മോളിലൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ചായ കുടിക്കുമ്പോഴെന്ന് വെച്ചെങ്കിൽ അതിലൊരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ഓൾഡ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു 60, ഒരു 80 അങ്ങനെ ആ റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീം കൂടിയാണ് ഇവിടെ.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ എരുമപ്പാലിൻ്റെ ചായയാണ്. അതിലൊരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്, എനർജറ്റിക് ആണ്. അതെൻ്റെ മോൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് നോളജ്, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നമുക്കിവിടെ നടക്കും. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ പൊളിറ്റിക്കലായാലും സോഷ്യലായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ഒരു 104 വർഷത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയില്ല നമ്മൾ, അത് ഇവിടെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നോളജ്, സംതിങ് ഡിഫറൻസ് എന്ന് പറഞ്ഞ പോലെ ടോട്ടലി ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാൻ യങ് ആണ്, ഞാൻ ഏകദേശം ഒരു 2-3 വർഷമായിട്ടുള്ളൂ ഞാൻ ഇവിടെ ശരിക്കും പറയുകയെങ്കിൽ ഇൻക്ലൂഡ് ആയിട്ട്. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ ഉണ്ട്. പിന്നെ വൈബാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ്. അത്രയും തലമുറകൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും ഒരുപാട് കാലമായി ഇവിടെ ചായ കുടിക്കാൻ വരാൻ തുടങ്ങിയിട്ട്. വരാറുണ്ട്. അപ്പൊ ഇതിന്റെ തുടക്കകാലമൊക്കെ മുതലേ കാണുന്നുണ്ടാവും അല്ലേ? അച്ചാച്ചന്റെ പേര് വേലുണ്ണി എന്ന് പറയും. അപ്പൊ വേലുണ്ണി അതിന്റെ മകനാണ് മാധവൻ. മാധവന്റെ മകനാണ് സുനിൽ. അപ്പൊ എല്ലാവരെയും പരിചയമുണ്ട്. ഒരു അച്ചാച്ചനായിട്ടുള്ള കാലഘട്ടങ്ങൾ തൊട്ടേ അറിയാം. നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ ഈ ചായക്കട കാണുന്നുണ്ട് അല്ലേ? ഇന്നും വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായി മാറി അല്ലേ? ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് പ്രകാശൻ. ചേട്ടൻ കുറെ കാലമായിട്ട് വരുന്നുണ്ട്? ഇല്ല, ഞാൻ കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു 5-8 കൊല്ലമായിട്ടുള്ളൂ. വീട് അടുത്താണ്. ഞാൻ ചായ കുടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുടിച്ചുടങ്ങിയപ്പോ നമുക്ക് പിന്നെ അങ്ങനെ സ്ഥിരമാക്കണം എന്ന് തോന്നി അല്ലേ? എന്താ അങ്ങനെ സ്ഥിരമാക്കാൻ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ഹുക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം എന്താ? ഏറ്റവും നല്ലത് ഇത് തന്നെ, ഒറിജിനൽ പാലാണ്. നമ്മൾ പുറത്ത് കടയിൽ വരുന്നു ഇതുപോലത്തെ ചായ കിട്ടില്ല. പിന്നെ ഇത്രയും നിറച്ച് ചായ കിട്ടില്ല ഇവിടെ. അപ്പം ഒരു പ്രത്യേകതയാണ്. പിന്നെ ചായക്ക് വിലയുള്ളപ്പോഴും ഇവിടെ. അപ്പൊ ചായ നല്ലതാണ്. പിന്നെ ഒത്തിരി ജനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നാട്ടിലെ കാര്യങ്ങളും ഇവിടെ അറിയാം, അങ്ങനെ പോകണം. അപ്പൊ അത് നമ്മുടെ ഒരു കുറച്ച് നേരം വിശ്രമിക്കാം ഇവിടെ ഇരുന്നിട്ട്. എല്ലാവർക്കും കുറച്ച് നേരം ഇരുന്നിട്ട് ഓലപ്പുരയിൽ ഈ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് ചെന്നാൽ അപ്പൊ തന്നെ ഇറങ്ങി. അതെ, ചായ കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകേണ്ട അവസ്ഥയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിരുന്നു ചായ കുടിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും പറയുകയും ചെയ്യാം. അതെ, കുറച്ച് രാഷ്ട്രീയം പറയുകയും ചെയ്യാം. കുറച്ച് നമുക്ക് പറയാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു വേദി കൂടിയാണല്ലേ ഇവിടെ. അതെ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ പഴയ ചായക്കടകളിൽ ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെ കടകളിൽ നമുക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ പല തലമുറകൾ ഇവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും അനുഭവങ്ങൾ പറയാനും ഈ പറഞ്ഞ പോലെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ചായക്കട. അപ്പൊ അങ്ങനെയുള്ള ചായക്കടകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ല, അന്യം നിന്നു എന്നൊക്കെ പറയേണ്ടി വരും. അവിടെയാണ് നമ്മുടെ ഈ ഒരു ചായക്കട 150 വർഷമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. ഇവിടുത്തെ ചായയുടെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞല്ലോ, എരുമപ്പാൽ ഇവിടെ തന്നെ വളർത്തുന്ന എരുമകളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പ്യുവർ ആയിട്ടുള്ള എരുമപ്പാൽ കിട്ടാനായാലും ഒക്കെ പിന്നെ എല്ലാം കൊണ്ടും നമുക്കിങ്ങനെ നാട്ടുകാരൊക്കെ എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ ചായ കുടിച്ച് പോകുന്നതിലൊക്കെ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് പേരാണ്. അവർക്ക് പുറമെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ ഒരു നൊസ്റ്റാൾജിക് വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഈ പഴയ ചായക്കട ഫീലൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെയുള്ള ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഈ വഴിക്ക് വന്നോളൂ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ അങ്ങനെ ഇതുപോലുള്ള കടകൾ വളരെ അപൂർവമാണല്ലോ. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇടയ്ക്കെങ്കിലും ഈ വഴിക്ക് വന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകണം. ഇതാണ് ഇവിടെ തന്നെ വളർത്തുന്ന എരുമകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പാലാണ് ഇവിടെ. ഇത് മാത്രം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ എരുമപ്പാൽ കൊണ്ടുള്ള ചായയാണ്. ഇത് അന്വേഷിച്ചിട്ടാണ് ഒരുപാട് പേര് ഇവിടെ എത്തുന്നത്. ഇപ്പം ഇവിടെ ചേട്ടൻ പറഞ്ഞതുപോലെ നല്ല റേറ്റ് കുറവാണ്, നല്ല അളവുണ്ട്. പിന്നെ കുറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകാനായിട്ട് പറ്റും. 10 രൂപയാണ് ഈ ചായയുടെ റേറ്റ് വരുന്നത്. ഇവിടെ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഉഴുന്നുവട ഉണ്ട്, സമൂസ ഉണ്ട്, അങ്ങനെ ചെറുകടികൾ വേണമെങ്കിൽ അതും ഉണ്ട്. പിന്നെ ഇതാ ചായ, പാല് ഇതൊക്കെ കിട്ടും. ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ പഴമ ആ ഒരു ഫീല് കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. അക്കൂട്ടത്തിൽ ഇതാ ഇവിടെ ഒരു റേഡിയോയും ഉണ്ട്. ഈ റേഡിയോ പഴയ കാലത്തെ ഒരു റേഡിയോ ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല്, ഒരു പഴമ ഫീല് കിട്ടും.
റേഡിയോ വർക്ക് ചെയ്യുമെന്ന് പറയാണ്. പക്ഷേ വേണ്ട, ഇപ്പം വേണ്ട, സമയമില്ലാത്ത സമയത്ത് നമ്മൾ റേഡിയോ ഓണാക്കാൻ നിൽക്കണ്ട, ചേട്ടൻ തിരക്കില്ല. അപ്പോൾ എന്തായാലും ഈ റേഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് ഒരു കാര്യം, നമുക്ക് ഈ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ റേഡിയോ ആണ്. എന്നാൽ ഇതിനേക്കാൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു കട കണ്ടോ, ഫുൾ ഇങ്ങനെ ഓല മേഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മേശയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ആ പഴയ ഒരു ഇതിലാണ് മേശ, ബെഞ്ച്, ഡെസ്ക് ഇതൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു പഴയ കാലത്തെത്തിയ ഒരു ഫീലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അന്വേഷിച്ച് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വിറകടുപ്പ്. ഈ വിറകടുപ്പിലാണ് ഇവിടുത്തെ ചായ മുഴുവൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്കറിയാം എന്തൊക്കെ സൗകര്യമുണ്ട്, നമുക്ക് ഇലക്ട്രിക് ആയിട്ടാണെങ്കിലും അല്ല ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിലും ഇപ്പോഴും ഇവിടെ ഈ വിറകടുപ്പിലാണ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ ഇങ്ങനെ വർക്കിംഗ് ആണ്. കാരണം എപ്പോഴും ചായ കുടിക്കാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമല്ലോ. നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോഴാണെങ്കിൽ ഈവനിങ് ആണെങ്കിലും ആളുകളുണ്ട്, രാവിലെ ഇതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. അപ്പം ഇത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണ്. ഇവിടെയാണ് ഇവിടുത്തെ ആ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കുഴുത്താളി. ഇതിലാണ് വെള്ളം സൂക്ഷിച്ച് വെക്കുക. പണ്ട് മുതലേ ഉള്ളതാണ്. ഇതിപ്പോഴും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ ഒരുവിധം തണുത്തിരിക്കുന്നു തോന്നുന്നു ഇതിലിരിക്കുമ്പോൾ. ഇത് മൺപാത്രം പോലെയാണ്. മൺപാത്രം ഇങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളം ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതിലാണ് സാധാരണ ഇവിടെ വെള്ളം സൂക്ഷിക്കാറ്. ഇപ്പോൾ ദാ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് ഇവർ വെള്ളം ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഴമയുടെ മറ്റൊരു ഭാഗം ദാ ഈ കടയ്ക്ക് ബാക്കിലായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ എരുമകൾ കാണാം. ഈ എരുമകളുടെ പാലാണ് നമ്മൾ ഈ കടയിൽ ചായക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കടയുടെ മെയിൻ്റനൻസ് മാത്രമല്ല, ഈ എരുമകളെ വളർത്തലും ഒക്കെ ഇതിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് എത്രമാത്രം ഓർഗാനിക് ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണല്ലേ. പാക്കറ്റ് പാലിന് പകരം ഇവിടെ തന്നെ വളർത്തുന്ന എരുമകളുടെ പാൽ ഉപയോഗിച്ചിട്ടാണ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.